ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗംഭീര വിജയമാണ് ഇന്ന് നടന്ന മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്ക് ചെന്നൈയെ പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. എല്ലാവരും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണ മത്സരത്തിൽ 2 അസിസ്റ്റുകൾ നേടി. ജീസസ്, കോറു, പെപ്ര എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. ആദ്യമായിക്കൊണ്ടാണ് അരീനയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കുന്നത്. എന്നാൽ മത്സരത്തിൻ്റെ അവസാനത്തിൽ അഡ്രിയാൻ ലൂണയും അതുപോലെ തന്നെ നോവ സദോയും തമ്മിലുണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ലൂണയെ പിന്തുണച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പലതും ഉയർന്നു കേൾക്കുന്നത്. ലൂണയെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ലെന്നും ആ ഒരു സന്ദർഭത്തിൽ ആരായാലും അത് ചെയ്തു പോകും എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ പൊതുവെയുള്ള ചില വിലയിരുത്തലുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ലൂണയാണെങ്കിലും നോവയാണെങ്കിലും കളിക്കളത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പലരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു ടീമാണ്, അതുകൊണ്ട് തന്നെ ഈ ടീമിൻ്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിക്കുന്ന യാതൊരുവിധ കാര്യവും ചെയ്യാൻ പാടില്ല, അതും കളിക്കളത്തിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മത്സരശേഷം അഡ്രിയാൻ ലൂണ തന്നെ കാര്യം പറഞ്ഞു. നോവയുമായി താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോവയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ഒരൽപ്പം സെൽഫിഷാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ നോവയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അത് ഇന്നത്തെ മത്സരത്തിലും തുടർന്നതോടുകൂടിയാണ് ലൂണക്ക് നിയന്ത്രണം വിട്ടത്. ശരിയാണ്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, ലൂണയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ ഒരു സന്ദർഭത്തിൽ അത് സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ്. അതിനുശേഷം ലൂണ തന്നെ പറഞ്ഞു തൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ലൂണ തന്നെ പറഞ്ഞു. പക്ഷേ നോവയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം സ്ഥിരമായി കാഴ്ചവെക്കുന്ന മിസ്റ്റേക്കുകൾ അത് അദ്ദേഹം തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മത്സരത്തിൻ്റെ 2ാം പകുതിയുടെ അവസാനത്തിലാണ് നോവയെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ദേഷ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ക്യാപ്റ്റനായ ലൂണയോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഒരു ടീമിൽ നോവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു അധികാരമുള്ളത് ക്യാപ്റ്റനായ ലൂണക്ക് മാത്രമാണ്. മറ്റുള്ള ആർക്കും തന്നെ അതിനുള്ള ഒരു അധികാരമില്ല. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ലൂണ നോവയോട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നോവ അതിന് റിയാക്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലൂണയോട് അങ്ങോട്ടും നോവ തർക്കിച്ചതാണ് ഈ ഒരു പ്രശ്നം വഷളാവാൻ കാരണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര മോശമായ രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവില്ലായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അധിക ആരാധകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഒരിക്കലും നോവയെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അബ്യൂസ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പാടില്ല. അദ്ദേഹവും നമ്മുടെ ടീമിലെ ഒരു അംഗമാണ്. നമ്മൾ അതിര് കടക്കാൻ പാടില്ല, കാര്യങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം. ടീമിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള യാതൊന്നും തന്നെ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം ചില ആരാധകർ തന്നെ ഇപ്പോൾ എക്സിലൂടെ നൽകുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.